നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥ ഭരണമായി മാറുന്നത്? അങ്കമാലി എന്ന ഒരു നിയോജകമണ്ഡലത്തെ ഒരു ഉദാഹരണമായി എടുത്ത് നമുക്കിത് വിശദമായി പരിശോധിക്കാം. ഇത് വെറും കണക്കുകളുടെ ഒരു വിശകലനമല്ല, മറിച്ച് ജനവിധിയിൽ നിന്ന് ജനസേവനത്തിലേക്കുള്ള വഴി എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. വോട്ട് കിട്ടുന്നതൊരു വശം, പക്ഷേ ജനങ്ങളുടെ വിശ്വാസം അത് വേറൊരു തലമാണ്, അല്ലേ? ഒരു നേതാവ് എങ്ങനെയാണ് വോട്ട് നേടുന്ന ഒരാളിൽ നിന്ന് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു പ്രതിനിധിയായി മാറുന്നത്? ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ അന്വേഷിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പഠനം കേന്ദ്രീകരിക്കുന്നത് അങ്കമാലിയിലാണ്, കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള 75-ാം നമ്പർ നിയോജകമണ്ഡലം. ഏതൊരു വിശകലനവും തുടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്നും അവിടുത്തെ മനുഷ്യരിൽ നിന്നുമാണ്. അതുകൊണ്ട് നമുക്ക് അങ്കമാലിയുടെ സാഹചര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ആദ്യം അങ്കമാലിയുടെ നാഡിമിടിപ്പൊന്ന് കേട്ടുനോക്കാം. കാരണം കണക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നത് അവിടുത്തെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലാണ്. ആ ജനങ്ങളെയും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെയും അടുത്തറിയാതെ ഒരു വിശകലനത്തിനും പൂർണ്ണതയുണ്ടാവില്ല. അങ്കമാലി എന്ന് പറയുമ്പോൾ ഒറ്റ ചിത്രമല്ല മനസ്സിൽ വരേണ്ടത്. അവിടെ നഗരത്തിന്റെ തിരക്കുണ്ട്, ഗ്രാമങ്ങളുടെ ശാന്തതയുണ്ട്, പിന്നെ മലയാറ്റൂർ പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന മലയോര മേഖലകളുമുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും വ്യത്യസ്തമാക്കുന്നു. ഇവിടത്തെ ഒരു സാമൂഹിക ചിത്രം നോക്കിയാൽ പ്രധാനമായും ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നൊരിടമാണിത്. ലത്തീൻ, സിറിയൻ കത്തോലിക്കർ, അതുപോലെ ഈഴവ, നായർ തുടങ്ങിയ പ്രബല സമുദായങ്ങൾ. ഓരോ സമൂഹത്തിനും അവരുടേതായ അഭിലാഷങ്ങളും ആശങ്കകളുമുണ്ട്. ഈയൊരു ഘടന എങ്ങനെയാണ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അങ്കമാലിയിലെ സാധാരണക്കാരുടെ പ്രധാന പ്രശ്നങ്ങൾ? 4 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്നാമതായി കുടിവെള്ളവും ശുചീകരണ സൗകര്യങ്ങളും. നഗരം വളരുന്നതിനനുസരിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമത്തെ കാര്യം റോഡുകളും ഗതാഗതവുമാണ്. നഗരത്തിൽ ബ്ലോക്ക്, ഗ്രാമങ്ങളിലാണെങ്കിൽ മോശം റോഡുകൾ. മൂന്നാമത്തേത് തൊഴിൽ. പ്രത്യേകിച്ചും യുവാക്കൾക്കും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്കും അവസരങ്ങൾ വളരെ കുറവാണ്. നാലാമത്തേത് വിലക്കയറ്റം. ഇത് എല്ലാവരുടെയും ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങളാണ് വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുക. ശരി, ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഈ പ്രശ്നങ്ങളോടും സാഹചര്യങ്ങളോടും ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഈ സംഖ്യകൾ നമുക്ക് പറഞ്ഞുതരും. കാരണം തെരഞ്ഞെടുപ്പിലെ ഓരോ സംഖ്യയും ജനങ്ങളുടെ ശബ്ദമാണ്. ഈ കണക്ക് നോക്കൂ. 19,929. 2021 നിലവിലെ ജനപ്രതിനിധിയുടെ ഭൂരിപക്ഷമാണിത്. 2016 ഇത് ഏകദേശം 9,000 അതായത് ഭൂരിപക്ഷത്തിൽ കാര്യമായ വർധനവ്. ഒറ്റനോട്ടത്തിൽ ഇത് വലിയൊരു ജനപിന്തുണയുടെ സൂചനയാണല്ലേ? പക്ഷേ കഥയിലൊരു ട്വിസ്റ്റുണ്ട്. ഇതേ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏകദേശം 6.5% കുറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ. വോട്ട് ചെയ്യാൻ വന്നവർ കുറഞ്ഞു, പക്ഷെ ഭൂരിപക്ഷം കൂടി. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കണക്കിലെ വൈരുദ്ധ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചാർട്ട് ആ ചോദ്യത്തിനൊരു ഉത്തരം തരും. നോക്കൂ, സിറ്റിംഗ് എംഎൽഎയുടെ വോട്ട് വിഹിതം ഏകദേശം 49% നിന്ന് 52% ഉയർന്നു. അതേസമയം മുഖ്യ എതിരാളിയുടെ വോട്ട് വിഹിതം 42 നിന്ന് 40% കുറഞ്ഞു. ഇതിനർത്ഥം വിജയിച്ച സ്ഥാനാർത്ഥിക്ക് തന്റെ പ്രധാന വോട്ടുകൾ നിലനിർത്താനും ഒരുപക്ഷെ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. എന്നാൽ പ്രതിപക്ഷ വോട്ടർമാരിൽ ഒരു വിഭാഗം വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഭൂരിപക്ഷം കൂടാൻ കാരണമായി. ഒരു നേതാവിനെ വിലയിരുത്തുമ്പോൾ ശക്തി മാത്രമല്ല, ദൗർബല്യങ്ങളും നോക്കണം. ഊർജ്ജസ്വലത, മാധ്യമങ്ങളിലെ ശ്രദ്ധ, പിന്നെ 2 തവണ ജയിച്ചതിലൂടെ കിട്ടിയ ശക്തമായ അടിത്തറ, ഇതൊക്കെയാണ് ശക്തി. എന്നാൽ നടപ്പാക്കാത്ത അടിസ്ഥാന സൗകര്യ വികസന വാഗ്ദാനങ്ങൾ ഒരു ദൗർബല്യമാണ്. അതുപോലെ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന അമിതമായ ആക്രമോത്സുകത മിതവാദികളെ അകറ്റിയേക്കാം. ഭരണവിരുദ്ധ വികാരവും പാർട്ടിയിലെ പ്രശ്നങ്ങളും ഭീഷണിയാണ്. പക്ഷേ ടൂറിസം, യുവാക്കൾക്കുള്ള പദ്ധതികൾ എന്നിവ പുതിയ അവസരങ്ങൾ തുറന്നുതരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് എന്ത് സംഭവിച്ചു എന്നാണ്. ഇനി നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. എന്താണ് അങ്കമാലിയിലെ ജനങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ? രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ജീവിതത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ചില വലിയ കാര്യങ്ങളുണ്ട്. സംസ്ഥാനം മൊത്തം നേരിടുന്ന തൊഴിലില്ലായ്മ അങ്കമാലിയെയും കാര്യമായി ബാധിക്കുന്നു. ക്ഷേമപദ്ധതികളെ ഒരുപാട് ആശ്രയിക്കുമ്പോൾ കാലക്രമേണ അതിന്റെ ഫലം കുറയാം. ഗൾഫിൽ നിന്നും മടങ്ങിവരുന്നവർ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം വളരെ വലുതാണ്. ഇതിനെല്ലാം പുറമെ പ്രധാന സമുദായങ്ങളുടെ വോട്ടുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മുന്നണിയിലേക്കും മാറിമറിയുന്നതും ഫലങ്ങളെ നിർണയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്.
ജനങ്ങൾ തൊഴിലിനെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അവർ കേവലം പരാതി പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള തങ്ങളുടെ അവകാശം ആവശ്യപ്പെടുകയാണ്. അത് ബഹുമാനത്തോടെ കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ നേതാവിന്റെയും കടമയാണ്. ഇതൊന്ന് കേൾക്കൂ. ഗൾഫിലെ സമ്പാദ്യവുമാണ് നാട്ടിൽ തിരിച്ചെത്തിയ എനിക്ക് ഇവിടെ ഒരവസരവുമില്ല. എന്റെ കഴിവിനിവിടെ വിലയില്ല. ഈ വിലക്കയറ്റത്തിൽ എങ്ങനെ കുടുംബമായി ഒരു പുതിയ ജീവിതം തുടങ്ങും? ഇതൊരാളുടെ മാത്രം ശബ്ദമല്ല. അങ്കമാലിയിലെ ഒരുപാട് പ്രവാസി കുടുംബങ്ങളുടെ ഉള്ളിലെ വേദനയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ശരി, പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി വേണ്ടത് പരിഹാരമാണ്. തെരഞ്ഞെടുപ്പിലെ വിജയത്തെ എങ്ങനെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഭരണമാക്കി മാറ്റാം എന്നതിനൊരു രൂപരേഖയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കിതിനെ ഒരു ചതുർമുഖതന്ത്രം എന്ന് വിളിക്കാം. അതായത് ഭരണത്തിന് 4 മുഖങ്ങൾ. 1. ആത്മീയമായ മുഖം. മലയാറ്റൂർ പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുമായും വിശ്വാസ സമൂഹങ്ങളുമായും നല്ല ബന്ധം നിലനിർത്തുക. 2. ക്ഷേമമുഖം. പെൻഷൻ പോലുള്ള അവശ്യ സേവനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുക. 3. വ്യവസായ തൊഴിൽ മുഖം. പ്രവാസികൾക്കും യുവാക്കൾക്കും വേണ്ടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 4. ജനകീയ മുഖം. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് പരിഹരിക്കുക. എല്ലാവർക്കും ഒരേ മരുന്ന് പറ്റില്ല, അല്ലേ? അതുപോലെയാണ് ഇതും. ഓരോ സമൂഹത്തിന്റെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സമീപിക്കണം. യുവാക്കൾക്കും പ്രവാസികൾക്കും വേണ്ടത് തൊഴിൽമേളകളാണ്. കർഷകർക്ക് വേണ്ടത് കാർഷിക പദ്ധതികളാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ചിലപ്പോൾ വഴിവിളക്കോ ഓടയോ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും പ്രധാനം. ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ജനവിശ്വാസം പെട്ടെന്ന് തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1. അങ്കമാലി ബൈപ്പാസ്. ഇത് ഗതാഗതക്കുരുക്ക് കുറയ്ക്കും, സാമ്പത്തികമായി ഗുണം ചെയ്യും. 2. ശുദ്ധജലം ഉറപ്പാക്കുന്ന ഒരു വലിയ പദ്ധതി. ഇത് ഓരോ വീട്ടിലെയും പ്രശ്നമാണ്. 3. ഒരു എംപ്ലോയ്മെന്റ് ഹബ്. തൊഴിലില്ലായ്മയ്ക്ക് ഇതൊരു മൂർത്തമായ മറുപടിയാകും. ഈ 3 പദ്ധതികളും ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റമുണ്ടാക്കും. അപ്പോ എന്താണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം? തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം മതിയോ? ഇല്ല. യഥാർത്ഥ ജോലി തുടങ്ങുന്നത് അപ്പോഴാണ്. ഒരു നേതാവിന്റെ കടമകളെയും വെല്ലുവിളികളെയും കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ജനങ്ങളുമായി സംസാരിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു അപകടവുമുണ്ട്. ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടേത് മാത്രമാണ്. ഇന്ത്യയുടെ ഡേറ്റാ സ്വകാര്യതാ നിയമങ്ങൾ അതാണ് പറയുന്നത്. ഒരു യഥാർത്ഥ നേതാവ് സാങ്കേതികവിദ്യയെ ഉപയോഗിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ്, അവരുടെ സമ്മതമില്ലാതെ അവരെ ചൂഷണം ചെയ്യാനല്ല. ആ ബഹുമാനം എപ്പോഴും അത്യാവശ്യമാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ: വിജയമെന്നത് എപ്പോഴും ഉറപ്പുള്ള ഒന്നല്ല, അത് ദുർബലമാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ, പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ, അതിനെല്ലാമുപരി കൊടുത്ത വാക്ക് പാലിക്കാതെ വരുമ്പോൾ ആ വിജയം എളുപ്പത്തിൽ കൈവിട്ടുപോകും. ഭരണമെന്നത് ഓരോ ദിവസവുമുള്ള ഒരു പരീക്ഷയാണ്. അവസാനമായി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു നേതാവിനെ ശരിക്കും നിർവചിക്കുന്നത് എന്താണ്? അവരുടെ വിജയത്തിന്റെ ഭൂരിപക്ഷമാണോ? അതോ അവർ ജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ അളവാണോ? ഒരു നേതാവിനെ അളക്കേണ്ടത് ഭൂരിപക്ഷം കൊണ്ടല്ല, അവർ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റം കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042016002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.